യഥാർത്ഥത്തിൽ ഈ പ്രധാന കക്ഷി ബീഹാറിൽ ഡിഫാക്റ്റോ ബി ജെ പി ആണ്. അതെ, മഹാരാഷ്ട്രയിൽ ബി ജെ പി ആണ്. മുൻകാലങ്ങളിൽ അങ്ങനെയായിരുന്നില്ല. സഖ്യകക്ഷിയുടെ, പ്രത്യേകിച്ച് അവിടുത്തെ പ്രധാന കക്ഷി മഹാരാഷ്ട്രയിൽ ശിവസേനയായിരുന്നു. ബാൽ താക്കറയുടെ അവിഭക്ത ശിവസേന. ആ ശിവസേനയുടെ തേരിലേറിയാണ് ബി ജെ പി അവിടെ ജൂനിയർ പാർട്ണറായി തുടങ്ങിയത്. അവസാനം ബി ജെ പി കളം പിടിക്കുകയും ഈ ഒട്ടകത്തിന് മൂക്ക് വയ്ക്കാൻ അറബിയുടെ ടെൻറ്റിൽ അറബി എന്ന മഹാമനസ്കൻ സ്ഥലം കൊടുത്തതുപോലെ മൂക്ക് വെച്ചു, കഴുത്ത് വെച്ചു, അവസാനം മുതുക് വെച്ചു, വാലും വെച്ചു, അവസാനം അറബി ടെൻറ്റിൽ നിന്ന് പുറത്തായതുപോലെ ബി ജെ പി ശിവസേന പുറത്തായി. അങ്ങനെ മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ ഏക ഭരണം. പിന്നെ ഒരു സ്പ്ലിൻഡർ ഗ്രൂപ്പിനെ കൂടി. ഈ സമാനമായ മഹാരാഷ്ട്രയുടെ സമാനമായൊരു സാഹചര്യം ബീഹാറിലും അരങ്ങേറി. പക്ഷെ അത് കുശാഗ്രബുദ്ധിയായ നിതീഷ് കുമാർ അതങ്ങോട്ട് പൊളിച്ചടക്കി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിതീഷിൻ്റെ ഏറ്റവും വലിയ പരിഭവം ഏതാണ്ട് തുല്യ സീറ്റുകളാണ് ജെ ഡി യുവും ബി ജെ പിയും മത്സരിച്ചത്. എന്നാൽ ബി ജെ പിക്ക് മെച്ചപ്പെട്ട വിജയം നേടാൻ കഴിഞ്ഞു. ബി ജെ പി മത്സരിച്ച മിക്ക സീറ്റിലും വിജയിക്കാൻ കഴിഞ്ഞു. പക്ഷേ സ്ട്രൈക്ക് റേറ്റ് ജെ ഡി യുവിൻ്റെ വളരെ കുറവായിരുന്നു. കാരണം 40 ചിലവാന സീറ്റുകളാണ്. അതിനർത്ഥം എന്താണ്? ബി ജെ പി പാലം വലിച്ചു എന്നാണ്. നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി പദവി കിട്ടാതെ തങ്ങളുടെ നേതാവ് ഒരുപക്ഷെ സുശീൽ കുമാർ മോദിക്ക് ലഭിക്കത്തക്ക രീതിയിൽ, അദ്ദേഹം മരിച്ചുപോയി കഴിഞ്ഞ വർഷം, അപ്പം ആ രീതിയിൽ ബി ജെ പി തന്ത്രപരമായ നീക്കം, കാരണം തങ്ങളാണല്ലോ വലിയ പാർട്ടി, ഇദ്ദേഹം ഒരു ഏകോപനത്തിൻ്റെ ആളാണ് നിതീഷ് കുമാർ. അപ്പോൾ ഇപ്രാവശ്യമെങ്കിലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ, അറ്റ്ലീസ്റ്റ് ദിസ് ടൈം, നൗ ഓർ നെവർ എന്ന മട്ടിൽ ബി ജെ പി തുടങ്ങിയതാണ്.